എങ്ങോട്ടാ പോന്നെ? മച്ചാനെ കൊച്ചിയിലോട്ട്. അന്നാ പോവല്ലേ? പോ മച്ചാനെ. അപ്പൊ സെറ്റ് മച്ചാനെ. അപ്പൊ നമ്മള് എടുക്കാൻ പോകുന്ന ടവർ കൊണ്ടാ. ഇത് ഭയങ്കര സൈസ് കുറഞ്ഞു. നമ്മൾ വലുതെടുക്കണ്ടേ ടവർ? ഈ ഫുൾ ടവറിന്റെ അത്രയും മതി. അങ്ങ് വരെ ഉണ്ടോ മച്ചാ? അടുത്ത് വരെ പോണോ? ഇത് പോണോ? പഠിച്ചാവും. പണി നടക്കുവോ? പണി കഴിഞ്ഞില്ലല്ലേ? ഒരു 4 ലക്ഷത്തിനാണ് അവര് പറഞ്ഞത്. 4 കോടിക്ക് സാധനമുണ്ട്. ഒരു പൈസ നമുക്ക് ബായ് അങ്ങനല്ല. ബായ് നമ്മള് ഇത് മേടിക്കണം. 4 ലക്ഷം. അതിന്റെ അപ്പുറത്തെ പൈസക്ക് വിൽക്കണം. മറിച്ച് ഇത് എത്രയിനാ 4 ലക്ഷം ആക്കിയെന്നറിയാവോ? ഫസ്റ്റ് അവർ 8 ലക്ഷം പറഞ്ഞു. നമ്മൾ 8 ലക്ഷം പറ്റത്തില്ല. അപ്പോൾ അവർ പറയുമ്പോൾ നമുക്കൊരു 15 ആക്കാം. ഞങ്ങൾ 15 വേണ്ട. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചുകൂടി അവസാനം 4 ലക്ഷത്തിലെത്തി. അച്ഛാ നമ്മുടെ അടുത്ത സ്ഥലം ഇതാണ്. ഇതല്ലേ നമ്മള് ഈ വസ്തു അല്ലേ? എത്ര ഏക്കറുണ്ട്? 15 20 അങ്ങാണ്ടുണ്ടെന്നാ പറയുന്നത്. എത്ര ലക്ഷത്തിനായിരുന്നു? 50. ഇതൊന്നും അല്ല. അതുകൂടെ പിന്നെ അങ്ങൊരു ടവറുണ്ട്. ആ ടവർ നമ്മൾ മേടിച്ചു. അതെന്നെ മേടിച്ചാണല്ലോ. പക്ഷേ എത്ര രൂപയെന്ന് അറിയാമോ? എത്ര? 80 ലക്ഷം. അത് നമ്മൾ മേടിച്ചാണല്ലോ. മേടിച്ചാ, പക്ഷെ നീയൊന്നില്ലായിരുന്നല്ലോ മച്ചാ. അതുകൊണ്ട് ഇത് പിന്നെ നമ്മള് കൃഷി ചെയ്തിട്ട് അപ്പുറത്ത് വിൽക്കുന്നു. അതിന് മറിച്ച് വിൽക്കുന്നു. ഇവിടാണ് ഫുള്ള് നമ്മുടെ സ്ഥലമാണ്. ഈ ഏരിയ ഇവിടെ ഫുള്ള് നമ്മൾ റബ്ബർ ഇട്ടെടുത്ത്. പിന്നെ വേറെ സംഭവം ചെയ്യാൻ പറ്റുമോ? റബ്ബർ അല്ലാതെ നിൽക്കുന്ന മരമൊക്കെ മുറിച്ചു കളയാൻ. പിന്നെ ഇതൊന്നും മുറിക്കുന്നില്ല. ഈ നമ്മുടെ ചക്ക പിന്നെ അങ്ങനത്തെ കിട്ടുന്നതൊക്കെ ഒന്നും മുറിക്കുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം മുറിക്കുക. ചുമ്മാ നിൽക്കുന്നില്ല. പനയൊക്കെ. തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ. തെങ്ങോ? അതൊക്കെ അവിടെ ഇരിക്കുക. പിന്നെ തന മുറിച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ അവിടെയുള്ള ആനയ്ക്ക് കൊടുക്കും. ആനയ്ക്ക് ഏത് നമ്മുടെ അവന് കൊടുക്കും. അവനെ പിച്ചിക്കൊണ്ട് പോകും. ഇതൊക്കെ വെട്ടുപോകും. പിന്നെ ആവശ്യമില്ലാത്ത കുറേ തെങ്ങിപ്പോൾ ഉണ്ട്. അതൊക്കെ വെട്ടിക്കളയും. തേങ്ങ കളിക്കുന്നതൊന്നും പറ്റുന്നില്ല. പിന്നെ 1, 2, 3 പിന്നെ അതിൻ്റെ കൂടെ ഈ കാറ് കിട്ടും. നമുക്ക് പിന്നെ കാറിലൊന്നും കുഴപ്പമില്ല. നമ്മൾ വന്ന കാറായിരുന്നു. അത് ഇതിൻ്റെ കൂടെ കിട്ടിയത്. ഇവിടുത്തെ ഓണറൊക്കെ ഞാൻ കൊന്നു. ചുമ്മാ എന്താണ് പോയി? ഓണർ അമ്മയാണ് 1 ലക്ഷം ഡീല് വരും. പിന്നെ വണ്ടി 2 കാലം വീടുന്നുണ്ട്. അപ്പം എത്ര അത് അതിന് മേടിക്കും നമ്മൾ. അവിടെ അത് നല്ലാതെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അവിടെ നല്ലാതെ അവിടുത്തെ സാധനങ്ങൾ ഇരിക്കാനുള്ള ആൾക്കാർ. ഈ ബൈക്കൊക്കെ അവിടെ ബൈക്ക് ഇത് നമ്മുടെ ടെന്റ് നമ്മുടെ നല്ല സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട ഇത് ഫുള്ള് നമ്മുടെ ഇത് കണ്ട ആ 2 വീട് ഫുള്ള് അത് നമ്മുടെ ഇവരുടെ വസ്തുവാണ്. അത് മേടിച്ചു. വേറെ പ്ലാനുണ്ടോ? ഇവിടെ ഫുള്ള് റബ്ബർ കാണണം. പിന്നെ ചിലയിടത്തൊന്നും റബ്ബർ ആയിട്ടില്ല. പിന്നെ ആ വസ്തു മേടിച്ച് ഈ വീട് മേടിക്കാൻ പോവാം. 2 വരെ ഈ വീടിന്റെ ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? വേറെ ടവറുണ്ട്. ടവർ അങ്ങനത്തെ ഒന്നും അല്ലാതെ വേറെ തോക്കുന്നില്ല. തൂക്കില്ല. അങ്ങനെ പറഞ്ഞു പോകാമല്ലോ. ഒരെണ്ണം ഉണ്ടല്ലോ. ഏതാ? നെർഫെന്ന് പറയുന്നത്. ഞാനൊന്ന് കൊറേ പറഞ്ഞിട്ട് പോയതാ. എത്ര തോക്കണം ആയിക്കട മറന്നുപോയി. എത്ര ഉണ്ടെന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് അമ്മമാരെന്നോട് പറഞ്ഞു 1 സ്റ്റോക്കേ വന്നിട്ടുള്ളൂ. സ്റ്റോക്ക് ഇന്നലെ ഞാൻ കണ്ടോ. ഇവിടെ ഒരു കൂടി നോക്കിയിട്ട് പോകണം. നെർഫിന്റെ കാണണം.
അപ്പോൾ വേറെ പ്ലാൻ ഉണ്ടോ? പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല. അപ്പോൾ ഓക്കെ, എനിക്ക് മച്ചാൻ ഒരു കോള് വരുന്നേ. ഹലോ, എടി ഞാനൊരു വലിയൊരു കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ജോലി കാര്യത്തിൻ്റെ ഇടയിൽ വിളിക്കരുതെന്ന്. അല്ല ചേട്ടാ, ഇവിടെ ഫുഡൊന്നും ഇല്ലായിരുന്നു ചേട്ടാ. ഫുഡില്ലേ? ഞാൻ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരണം. ഞാൻ അവിടെ നിന്ന് വിശന്നാ വരുന്നത്. കോടിക്കണക്കിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. ആ കേട്ടോ, ഓക്കെ ഓക്കെ കേട്ടോ. ആ ഓക്കെ മുട്ടൻ. Joga ഇവിടെ വാ. നീയാണല്ലോ അപ്പൊ കള്ളക്കടത്തേന്നില്ല ജോർജ്. പറയടാ, നിനക്കെന്താ എടാ, ഞാൻ SI ഭരത് ചന്ദ്രൻ. ഇങ്ങോട്ട് നടക്കണ സ്റ്റേഷനിലോട്ട്. നീ ഇവിടെ ഡ്രഗ്സ് ഒക്കെ വിൽക്കുന്നുണ്ടല്ലയോ? പോടാ. ഹലോ ബ്രോ. നീ എൻ്റെ അനിയനെ ചതിച്ച് ജയിലിട്ടിട്ട് കടന്നു സുരിക്കല്ലേ? പെണ്ണെൻ്റെ കൂടെ ഉണ്ടോ? yeah.